2 കൊരിന്ത്യർ 12:9 തിരുവചനം കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ കുരിശിൻ ചോട്ടിലോ വിശുദ്ധ ബലിയുടെ മുൻപിലോ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ അരികിലോ ബന്ധുക്കളുടെ അരികിലോ പോയി വളരെയധികം എന്താ പറയുക, വേദനയോടുകൂടി അതിനെ നമ്മൾ കാണുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എന്ത് കാര്യവും നിസ്സാര കാര്യമാണെങ്കിലും അവിടെ നിങ്ങൾ തളർന്നു പോകുന്നവരാണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിനോട് ഒട്ടു നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും തീർച്ചയായിട്ടും ഒരു സഹനം ഉണ്ടാവും. ഇനി കർത്താവിനോട് ഒട്ടു നിൽക്കാത്ത ദൈവമക്കൾക്ക് സഹനമുണ്ട്. ആവേ മരിയ. ദൈവം നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ദൈവഭക്തരുടെ മേൽ കർത്താവിൻ്റെ ദൂതന്മാർ പ്രത്യേകം പാളയമടിച്ച് കാവൽ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ സഹനത്തിലൂടെ, ഇപ്പം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വലിയ സഹനത്തിലൂടെയൊക്കെ കടബാധകൾ, സാമ്പത്തിക തകർച്ച, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മാരകമായിട്ടുള്ള വേദനകളിലൂടെയൊക്കെ പട്ടിണി, ദാരിദ്ര്യം, എല്ലാ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യാശ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ഓരോ നോട്ടവും ഓരോ വാക്കുമൊക്കെ ദൈവത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് എപ്പോഴും ധൈര്യം പകർന്നുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം സത്യം മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന സാധാരണ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന സഹനം മാത്രമേ കർത്താവ് നമുക്ക് തരുന്നുള്ളൂ. ബാക്കി സഹനങ്ങൾ 99 സഹനങ്ങളും നമ്മളായിട്ടുണ്ടാക്കുന്നതാണ്. ആവേ മരിയ. ദൈവം തരുന്ന സഹനങ്ങൾ മനുഷ്യൻ്റെ ശക്തിക്ക് സഹിക്കാൻ പറ്റും. അതേസമയം മനുഷ്യനായിട്ടുണ്ടാകുന്ന സഹനങ്ങളോ നമ്മളെ തളർത്തിക്കളയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അധികമായിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ആ പ്രാർത്ഥനയെ നശിപ്പിക്കാതെ, ആ പ്രാർത്ഥനയുടെ ഫലത്തെ കളയാതെ, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ദൈവം നമ്മളെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവം കേൾക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അവിടുത്തെ മുമ്പിൽ വന്ന് നിന്ന് ഈ സഹനങ്ങളുടെ പരാതി പറയാനും പറച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും ഒന്നുമല്ല, മറിച്ച് നമ്മുടെ സന്തോഷത്തെ കർത്താവിന് കൊടുക്കുകയാണ്. കാരണം അവിടുത്തെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടാനാണ് നമ്മൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പരാതികൾ പറഞ്ഞ് കേട്ട് കർത്താവിന് വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അവിടുന്ന് ദൈവമാണ്, പക്ഷെ അവിടുന്ന് ഒരു മനുഷ്യനാണ്. അല്ലെ, നമ്മൾ 24 മണിക്കൂർ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനം കിട്ടില്ല. മറിച്ച് അതേസമയം നമ്മൾ അതിന് നന്ദി പറഞ്ഞ വിഷയത്തെ മറന്നു കളഞ്ഞാലോ തീർച്ചയായിട്ടും ദൈവം അതിന് പ്രതിഫലം നൽകും.